വൈറൽ താരത്തിന്റെ പരാതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സിനിമാ ഷൂട്ടിംഗിനിടെ സംവിധായകൻ സരോജ് മിശ്ര മോശമായി പെരുമാറുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തു എന്ന് മൊണാലിസ കേരളത്തിലെ മാധ്യമങ്ങളോട്. മണിപ്പൂരി സംവിധായകനെതിരെ പോക്സോ കേസ് എടുത്ത് കൊച്ചി സെൻട്രൽ പോലീസ്. ഇതുവരെ ആയിട്ടും കുംഭമേള വൈറൽ താരത്തിലെ പ്രായം ഒരു വിഷയം തന്നെയാണ്. മാർച്ചിലാണ് വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ പ്രായപൂർത്തിയായിട്ടില്ല എന്നും പ്രായപൂർത്തിയായി എന്നും രണ്ട് വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു വാദത്തിനായിരുന്നു മുൻതൂക്കം കൂടുതൽ. കാരണം കുംഭമേള നടക്കുന്ന സമയത്ത് താരത്തിന് പ്രായം 16 വയസ്സായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഒരു വയസ്സിലേ കൂടുക. ഉടനെ തന്നെ 2 വയസ്സ് ഒരുമിച്ച് കൂടുന്ന പ്രതിഭാസം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് താരത്തിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന്. പക്ഷെ ഈ ഒരു വിവാദം ഇവിടെ നിൽക്കുമ്പോഴാണ് മധ്യപ്രദേശ് പോലീസ്, അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശ് പോലീസിൽ പരാതി കൊടുക്കുകയും കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അന്വേഷണം വന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ ആ അന്വേഷണത്തിൽ സഹകരിക്കാൻ പറ്റുകയില്ല. കാരണം താൻ ഗർഭിണിയാണ് എന്ന് വൈറൽ താരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എനിക്ക് ശാരീരിക അസ്വസ്ഥതയുള്ളതിനാൽ എനിക്ക് അന്വേഷണത്തിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ താരത്തിന്റെ വാദം. ഇതെല്ലാം സൈഡിലേക്ക് നിൽക്കട്ടെ. ഇപ്പോൾ പുതിയൊരു വാദമുണ്ട്. നമ്മൾ കണ്ടതാണ്, വൈറൽ താരം 2 ആഴ്ച മുൻപ് പ്രസ് മീറ്റിൽ തന്റെ ഭർത്താവായ ഫർഹാൻ ഖാനൊപ്പം പ്രസ് മീറ്റിൽ ഇരുന്ന് കരയുന്ന ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമാ സെറ്റിൽ വെച്ച് പല തവണ ഒരു സംവിധായകൻ തന്റെ ദേഹത്ത് സ്പർശിച്ചിരുന്നു എന്നാണ് താരത്തിന്റെ മൊഴി, അല്ലെങ്കിൽ താരത്തിന്റെ പരാതി. താരം പല തവണ ഇത് മാതാപിതാക്കളോട് പറഞ്ഞതാണ്. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഇത് പുറമെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയാണ് എല്ലാവരും മോശക്കാരി ആക്കുകയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് പറയണ്ട എന്നാണ് താരത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. ഇതനുസരിച്ച് താരം അന്ന് കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്തില്ല. പക്ഷെ ഇത് ഭർത്താവ് ഫർഹാൻ ഖാനോട് പറഞ്ഞപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയുകയും ചെയ്തു, പ്രസ് മീറ്റ് നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം താരത്തിന്റെ ഒപ്പമുള്ളത് ഭർത്താവായ ഫർഹാൻ ഖാനാണ്. ഇപ്പോൾ താരം മാതാപിതാക്കളിൽ നിന്നും മാറി കേരളത്തിൽ വന്ന് താമസിക്കുകയാണ്. കാരണം വിവാഹത്തിന് മാതാപിതാക്കൾ എതിരായിരുന്നു, അത് കാരണം കേരളത്തിലേക്ക് അഭയം തേടി വന്നതാണ് എന്നാണ് പറയുന്നത്. തമ്പാനൂർ പോലീസ് അതായത് താരത്തിന്റെ പ്രായം 18 ആണോ എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് വിവാഹം നടത്തി കൊടുത്തതെന്നൊരു വലിയൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് താരത്തിന് 16 വയസ്സാണ്. കാരണം താരത്തിന് 18 വയസ്സായിട്ടില്ല എന്നിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇതുവരെ, അതായത് ഇന്നലെ വരെ ഈ ഒരു താരത്തിന്റെ വാർത്ത പറയുമ്പോൾ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നത്, അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നത് 18 വയസ്സായ ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് സ്വയമേ തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്. പക്ഷേ 18 വയസ്സായ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സംവിധായകൻ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ, ശരീരത്തെ സ്പർശിച്ചാൽ എങ്ങനെയാണ് പോക്സോ കേസ് വരിക? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കല്ലേ സ്പർശിച്ചാലും വെർബൽ അബ്യൂസും മെന്റൽ അബ്യൂസും. നമുക്കറിയാം പോക്സോ കേസിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, പോക്സോ കേസ് ഏതൊക്കെ വകുപ്പാണെന്ന് എല്ലാം അറിയാം. ആ പോക്സോ കേസ് വരണമെങ്കിൽ 18 വയസ്സ് താഴെയായ കുട്ടികൾ, ആൺകുട്ടികളോ പെൺകുട്ടികളോ ഏത് കുട്ടിയാകട്ടെ, ജെൻഡർ അടിസ്ഥാനത്തിൽ യാതൊരു വേർതിരിവുമില്ലാതെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ 18 വയസ്സ് താഴെയുള്ള കുട്ടി ആയതുകൊണ്ടാണല്ലോ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയെങ്കിലും ഇവിടെയുള്ള കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം. മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നത് താരത്തിന് 18 വയസ്സായിട്ടില്ല എന്ന് വ്യക്തമായിട്ടുള്ള രേഖ കൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് താരത്തിന് 18 വയസ്സ് ആയി എന്ന് കെട്ടിച്ചമച്ചു രേഖ ഉണ്ടാക്കാൻ കൂട്ടുനിന്നതും. അതും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ടൊരു വാർത്ത കേട്ടതാണ്, പോക്സോ കേസിൽ പ്രതി ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഹർജി സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നു. അത് അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ ഹർജിയിൽ 3 പേരെ പ്രതികളാക്കരുതെന്നാണ് പറഞ്ഞത്. ആ 3 പ്രതികൾ ആരൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാം. ഒന്ന് നമ്മുടെ കേരളത്തിലെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി, രണ്ടാമത് എം പി ആയ എ റഹീം, മൂന്നാമത് CPM പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ. ഇവർ 3 പേരുമാണ് വിവാഹം നടത്തിക്കൊടുത്തത്, കാർമ്മികത്വം വഹിച്ചത്. ഇവർ 3 പേരെ പ്രതിപട്ടികയിൽ ചേർക്കരുത് എന്നാണ് ഒരു വാദം ഉന്നയിച്ച് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. എല്ലായിടത്തുനിന്നും അടിതെറ്റി വീഴുകയാണ്. കാരണം സംസ്ഥാന സർക്കാർ വലിയൊരു വീഴ്ച തന്നെയാണ്. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനത്ത് നിന്നും വരുന്ന തൊഴിലാളികളെ നമ്മൾ വിളിക്കുന്നത് ഇവിടെ അതിഥികൾ എന്നാണ്. അതിഥി തൊഴിലാളികൾ എന്ന ആ പേര് ഏറ്റവും ആദരപൂർവ്വം വിളിച്ചതും ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർക്കിടയിൽ ഒരു വലിയ ചർച്ചയുണ്ട്. വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ കല്യാണം നടക്കുന്ന ഒരു ഹബ്ബും കൂടി ഇപ്പോൾ കേരളമായി മാറിയിട്ടുണ്ട്. അതാണല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഇനി കേരള സ്റ്റോറി 3 വരുമ്പോൾ
ഈ ഒരു കഥ കാണിക്കുമ്പോൾ ഇനി ഇവരെന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇപ്പോൾ തന്നെ കേരള സ്റ്റോറിക്കുള്ള ആവശ്യത്തിൽ കൂടുതൽ കഥകൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ രചിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരു സിനിമയായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രം സിനിമയാകുമ്പോൾ ഇവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യത്തിന് എന്തെങ്കിലും സിനിമ അയക്കാൻ ഇവർക്ക് ഒരു കുഴപ്പമില്ല. പറഞ്ഞു വന്നത്, താരത്തിന് 18 വയസ്സായിട്ടില്ല എന്ന് മുറവിളി കൂട്ടുന്നവർ പോക്സോ കേസ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തു എന്നും മറുപടി നൽകേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ മറുപടി നൽകേണ്ടതാണ്. കാരണം ഇത് കേരളത്തിൽ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ് നടന്നിരിക്കുന്നത്. ചൈൽഡ് മാരേജ് നമുക്ക് ഒരിക്കലും നടത്തി കൊടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് നിന്ന് ശൈശവ വിവാഹം നടത്തി കൊടുത്ത ഉസ്താദ്, അതായത് മസ്ജിദിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. മസ്ജിദിൽ വെച്ച് വിവാഹം നടത്തി കൊടുത്ത ഉസ്താദിനെ വരെയും അറസ്റ്റ് ചെയ്ത നാടാണ് ഈ കേരളം. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെല്ലാം കണ്ടതാണ് താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ്. സ്വന്തം കുട്ടീനെ കൈപിടിച്ചേൽപ്പിച്ച പോലെയാണ് ഇവിടുത്തെ മന്ത്രിമാരും MP-യും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാം സന്തോഷിച്ചത്. ഒരച്ഛൻ മകളെ എങ്ങനെ കൈപിടിച്ച് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ഏൽപ്പിച്ച് സന്തോഷിക്കുന്നുവോ അതുപോലെ സന്തോഷമാണ് ആ 3 പേരുടെ മുഖത്ത് നമ്മൾ കണ്ടത്. ഇതെല്ലാം കേരള ജനത കണ്ടതാണ്, മാധ്യമങ്ങളെല്ലാം ഒപ്പിയെടുത്തതാണ്. എന്നിട്ടും ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസ് വരുന്നില്ല? ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കാരണം ശൈശവ വിവാഹം നടത്തി കൊടുത്ത ശിക്ഷയാണെന്ന് ഇവിടെയുള്ള കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കാരണം മലപ്പുറത്ത് ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ കുടുംബത്തെ അടക്കം അറസ്റ്റ് ചെയ്താണ്. അതേപോലെ തന്നെ ഇപ്പോൾ ശൈശവ വിവാഹം കാസർഗോഡ് നടന്നപ്പോൾ ചെക്കൻ ഉൾപ്പെടെ, അതായത് പ്രവാസിയായി 28 വയസ്സുകാരനാണ് 16 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തത്. പ്രായത്തിൽ ഈ ഒരു വൈറൽ താരവും ആ പെൺകുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഒരു പാത്രത്തിൽ 2 രീതിയിൽ കറി വിളമ്പുന്നത് ശരിയാണോ തെറ്റാണോ? പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ. നിങ്ങൾ തന്നെ ചിന്തിക്കൂ.